हेलो मेरे देशवासियों സൗണ്ട് ഇല്ല ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചുക്ക് കാപ്പി കുടിച്ചത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കുടിക്കാൻ. വെറുതെ ചായ കുടിച്ച ആളാവണില്ല. എന്തായാലും ദുൽഖർ സൽമാൻ ഡി ക്യുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന സിനിമ കാന്ത. കാന്ത വേണ്ട. അപ്പൊ അതിന്റെ 5/4 ഇതിന്റെ പോസ്റ്റർ വരുന്നു പറയുന്നു. പറ്റിച്ചു. 5/19 5/20 ആവാൻ സമയത്താണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഒറ്റ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് മറ്റേ സംഭവമാണ്, നടിഗറാണ് ഓർമ്മ വരുന്നത്. MGR പുള്ളിക്കാരൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടല്ലോ മറ്റേ നാഗശ്വിന്റെ മറ്റേ സിനിമയിൽ. എന്തായാലും അടുത്തൊരു പാൻ ഇന്ത്യൻ മൂവി കൂടി ദുൽഖർ സൽമാൻ്റെത് ഓണാക്കിയിരിക്കുകയാണ്. ഇതിന്റെ കമന്റിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന പോലെ അടുത്ത 100 കോടി ക്ലബ് എന്നുള്ള രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ലുക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പരിപാടി കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവിടെ എഴുതിയിട്ടുണ്ട്, ഐ ഗോട്ട് ടു പ്ലേ എ ടൈംലെസ് ക്യാരക്ടർ ഇൻ എ ടൈംലെസ് സ്റ്റോറി. അങ്ങനെയൊക്കെ പണ്ട് കുറെ ഇതിന്റെ പുള്ളിക്കാരന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ദിവസം 13 വർഷം തികയാണ് പുള്ളിക്കാരൻ എത്തിയിട്ട്. സോ കൺഗ്രാറ്റ്സ് ബ്രദർ. ഓ ഇപ്പൊ കേക്കും. അപ്പോ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ കഥ? ഇത് കണ്ട സമയത്ത് ഇതിന് ഏതെങ്കിലും ക്യാരക്ടർ ആണോ ഈ നടികർ പോലെ തന്നെ തെലുഗുലോ കന്നഡയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ മഹാ സംഭവമായിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രമാണോ, അതിന് ഹിസ്റ്റോറിക് ആയിട്ടുള്ള രീതിയിലുള്ള കഥയാകുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയോ. IMDb പറയണ എന്താന്ന് വെച്ചാലേ, ഇൻ 1950s 1950 മദ്രാസ് lives intertwined against a backdrop of social transformation during India's post-independence era എന്നാണ് പറഞ്ഞത്. 1950-കളിലെ മദ്രാസിലെ ജീവിതങ്ങൾ, അതായത് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം. അവിടെ നടന്നിട്ടുള്ള മദ്രാസിലെ കുറെ സംഭവങ്ങൾ, അവിടെ നടന്നിട്ടുള്ള സോഷ്യേറ്റൽ ചേഞ്ചസ്, അതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരു ഗംഭീര സിനിമയാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, റാണ ദഗ്വതി, ദുൽഖർ സൽമാൻ, പിന്നെ പ്രശാന്ത് കൊട്ലൂരി അല്ലെ, അങ്ങനെ കുറെ ജോൺ വർഗീസോ, അങ്ങനെ റാണ ദഗ്വതിയും അതുപോലെ നമ്മുടെ ദുൽഖറും എല്ലാവരും കൂടി ഈ 3-4 ആളുകൾ കൂടിയിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എടുത്തിരിക്കുന്നത്. കാരണം പുള്ളി പാൻ ഇന്ത്യൻ രീതിയിൽ ഒരു സാധനം തൊട്ട് കഴിഞ്ഞാൽ അത് 100 കോടി ക്ലബിലാണ് കയറുന്നത്. ലക്കി ഭാസ്കർ ഓൾസോ. അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വീണ്ടും ഒരു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചിത്രം. അത് എന്താണ്, ഏത് രീതിയിൽ വരും നമുക്ക് പറയാൻ അറിയില്ലെങ്കിലും ദുൽഖർ സൽമാൻ ആണ് എന്നുള്ളത് കൊണ്ട് അതിലുള്ള പ്രതീക്ഷ ഭയങ്കരമാണ്. അപ്പൊ അതാണ് ദുൽഖറിൻ്റെതായിട്ട് വരാനിരിക്കുന്ന ഒരു സിനിമ. അതല്ലാതെ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് ദുൽഖറിൻ്റെതായിട്ട് തന്നെ, അതും കൂടി കൂട്ടത്തിൽ എന്ന് പറയാന്ന് വിചാരിച്ചു. തെലുങ്കിൽ അടുത്ത ഹിറ്റ് അടിക്കാൻ ദുൽഖർ എന്നുകൊണ്ടാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. സാവിത്രി ദയ എന്നീ വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ പവർ സധിനേനി സംവിധാനം ചെയ്യുന്ന ആകാശംലോ ഒക്കെ താരക്ക് തുടക്കം. ആകാംക്ഷയിലോ ഒക്കെ താര, ആകാശത്തുള്ള താരം എന്നാണോ? ആയിരിക്കാം. മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും. തെലുഗു മലയാളം തമിഴ് ഹിന്ദി, തെലുഗു മലയാളം തമിഴ് ഹിന്ദി 4 ഭാഷയിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതും അദ്ദേഹത്തിന്റെ അടുത്തൊരു പടമാണ് സുഹൃത്തുക്കളെ, പടമാണ്. അതല്ലാതെ ദുൽഖറിനെ കുറിച്ച് വീണ്ടും ഒരു അപ്ഡേറ്റ് ഉണ്ട്. എന്തായാലും ദുൽഖർ പറഞ്ഞ പിന്നെ അതും കൂടെ നമുക്കൊന്ന് പറയാം. DQ40 40ാമത്തെ ചിത്രം മിസ്കിൻ ഓൺ ബോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്, ഡയറക്ടർ മിസ്കിൻ ലൈക്ലി ടു ഡു ദ ആന്റഗോണിസ്റ്റ് റോൾ ഇൻ ദുൽഖർ സൽമാൻസ് DQ40 ബൈ നഹാസ് ഹിദായത്ത് സീംസ് ലൈക്ക് SJ സൂര്യ നോട്ട് ഇൻ ദ പ്രൊജക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ DQ40 നഹാസ് ഹിദായത്തിന്റെ പ്രൊജക്റ്റാണ്. അതിൽ മെയിൻ ആന്റഗോണിസ്റ്റ് ആയിട്ട്, അത് വില്ലൻ കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ അതിലെ അതായിട്ട് വരുന്നത് നമ്മുടെ ഡയറക്ടർ മിസ്കിൻ വരുന്നു. അദ്ദേഹം അതിന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, വരുന്നുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു കഥാപാത്രം SJ സൂര്യ ചെയ്യുന്നത് നമ്മളെ കേട്ടുള്ളത് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ദുൽഖറിന് എഗൻസ്റ്റ് ആയിട്ട് SJ സൂര്യ വരുന്നു, അല്ലെങ്കിൽ ഈക്വൽ റോളിൽ SJ സൂര്യ വരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് പകരം ഇപ്പൊ മിസ്കിൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് അതിൽ SJ സൂര്യ ഉണ്ടാവാൻ അപ്പൊ സാധ്യതയില്ല. അല്ലെങ്കിൽ SJ സൂര്യ ഇതിന് ചെറിയ ക്യാരക്ടർ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിന്റെ തിരക്ക് കാരണം മാറ്റിയതായിരിക്കും. ദുൽഖറിന്റെ പടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല പുള്ളിക്കാരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ 3 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഒന്ന് ഈ DQ40
അടുത്തത് ആകാംക്ഷ ലോക താര. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ കാന്ത. കാന്ത